ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കാതെ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതെവിടെ 200 ഗ്രാം സേമിയ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഒന്ന് നീളത്തിലിട്ടാ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം ഇതവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്നിട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ സേമിയ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കലുള്ളൂ. മുന്തിരി ഞാൻ ചേർക്കലില്ല കേട്ടോ. മുന്തിരിയുടെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പായസം കുടിക്കുന്ന സമയത്ത് ഒരു മുന്തിരി കടിക്കുമ്പോൾ എനിക്കത് ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുന്തിരി ഒഴിവാക്കിയിട്ടുള്ളത്. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയ ഞാൻ ഇതവിടെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, നീളത്തിൽ കട്ട് ചെയ്തെടുത്തതായതുകൊണ്ട് വറുത്തെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിന് കേട്ടോ. അപ്പോൾ എൻ്റെ മോന് പറഞ്ഞ് നമുക്ക് കുറച്ച് നീളത്തിൽ ഇന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സേമിയ നല്ലതുപോലെ തന്നെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 1 കപ്പ് പച്ചവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 1/4 ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് എന്താ പറയുക, മുഴുവൻ പാലും ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയ ഇവിടെ നല്ലതുപോലെ വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സേമിയ പല രീതിയിലും പായസം തയ്യാറാക്കും അല്ലേ. എന്താ പറയുക, കാരമൽ സേമിയ പായസം തയ്യാറാക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാലിലും സേമിയ പായസം തയ്യാറാക്കാം. പിന്നെ വെള്ളം ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ തിളക്കുന്നുണ്ട്. ഇതൊരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സേമിയ 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വീണ്ടും 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു 1/4 ഭാഗം കൂടി മാത്രമേ നമ്മുടെ സേമിയ വേവാനായിട്ടുള്ളൂ. അപ്പോൾ ഇത് കൈ വെക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ എന്താ പറയുക, പാലിൻ്റെ ഒരു പാടം മുകളിലായിട്ട് പൊങ്ങി വരും. അങ്ങനെ ഇപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സേമിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും അത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പായസം വല്ലാത്തൊരു എന്താ പറയുക, കുടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു മടുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് പിന്നെ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഒഴിവായി കിട്ടും. അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് കുറച്ച് തണുത്ത് കുടിക്കാൻ പോകുന്ന ഒരു സമയത്തേക്ക് പുട്ട് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് അധികം അങ്ങോട്ട് കുറുക്കി എടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് എന്താ പറയുക, ഏലക്കായപ്പൊടിയില്ലേ, അതും കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായപ്പൊടി നമ്മൾ ഏത് പായസത്തിലായാലും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കരുത് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ ചൂടോടെ കഴിക്കാതെ കുറച്ചൊന്ന് തണുത്തിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് സെറ്റായി വന്നിട്ട് മാത്രമേ കുടിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സേമിയ പായസം ഇതവിടെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ ഇതിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സേമിയ പായസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ തയ്യാറാക്കലെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.